കട്ടപ്പന ടൗൺ കുടിവെള്ള പദ്ധതിയുടെ പൈപ്പ് പൊട്ടി ലക്ഷക്കണക്കിന് ലിറ്റർ കുടിവെള്ളം പാഴാകുന്നു. ഡിവൈഎസ്പി ഓഫീസിന് മുന്നിലാണ് ടൗൺ കുടിവെള്ള പദ്ധതിയുടെ പൈപ്പ് പൊട്ടി വെള്ളം പാഴാകുന്നത്. രണ്ടു മാസത്തിലധികമായി ഈ പൈപ്പ് പൊട്ടിക്കിടക്കാൻ തുടങ്ങിയിട്ട, എന്നാൽ ബന്ധപ്പെട്ടവർ മാത്രം അറിയാത്ത മട്ട് നടിക്കുകയാണ്. കട്ടപ്പന മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് ആയിരുന്ന MK തോമസ് ചെയർമാനായുള്ള കമ്മിറ്റിയാണ് പദ്ധതി ആരംഭിച്ചത്. വർഷങ്ങൾക്ക് മുമ്പ് ഗുണനിലവാരം കുറഞ്ഞ പൈപ്പുകൾ ഉപയോഗിച്ചാണ് പദ്ധതി ആരംഭിച്ചതെന്നും അതിനാലാണ് ഇടയ്ക്കിടയ്ക്ക് പൈപ്പുകൾ പൊട്ടുന്നതെന്നും ആക്ഷേപമുണ്ട്. നൂറുകണക്കിന് ബസ് കയറി വരുന്ന കട്ടപ്പനയിലെ ഒരു പ്രധാന വഴിയാണ്. വീതിയില്ല, സൗകര്യങ്ങളില്ല. കട്ടപ്പന പോലീസ് സ്റ്റേഷൻ്റെ മുൻഭാഗം, CSI പള്ളിയുടെ മുൻഭാഗം വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ്. ഇവിടെ ഇങ്ങനെ വെള്ളം പൊട്ടി ഒഴിക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം 10-12 ദിവസമായെന്നാണ് എൻ്റെ വിശ്വാസം. എത്രയും പെട്ടെന്ന് ഈ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തണമെന്ന് അധികാരികളോട് അറിയിച്ചു. ഒരു വർഷത്തോളം ഇതേ പദ്ധതിയുടെ പൈപ്പ് പൊട്ടി വെള്ളം പാഴായതിലൂടെ ഗാന്ധി സ്ക്വയറിൽ റോഡ് തകർന്നിരുന്നു. നിരവധി പ്രതിഷേധങ്ങൾക്കൊടുവിലാണ് അത് പരിഹരിച്ചത്. ലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളം പാഴായി പോയിട്ടും ബന്ധപ്പെട്ടവർ ഉറക്കം നടിക്കുന്നതിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് ഉയരുന്നത്.